അറക്കൽ ബീവി ഭാഗം 21. സനൂപിക്ക് ബോധം വീണിട്ടുണ്ട്, നിങ്ങൾ അകത്തേക്ക് വന്നോളൂ. എന്തോ ആലോചനയിൽ മുഴുകിയിരുന്ന അവനോട് നേഴ്സ് വന്ന് പറഞ്ഞു. അത് കേട്ടവൻ ചാടി എണീറ്റു. അവൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ തിടുക്കത്തോടെ ICUവിനുള്ളിലേക്ക് കയറി. ബെഡിലിരുന്ന് ചിരിയോടെ ഡോക്ടറോട് സംസാരിക്കുന്ന സനുവിനെ കണ്ടപ്പോൾ അവൻ നാഥനെ സ്തുതിച്ചു. ആഹാ, അതാ തൻ്റെ ഹസ്ബൻഡ് വന്നല്ലോ. ആള് നിനക്ക് ബോധം വരാത്തതുകൊണ്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു. കുറച്ചു നേരം കൂടി നിന്നിട്ട് തനിക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ. അതും പറഞ്ഞ് അമനെ നോക്കിയൊന്ന് തലയാട്ടി ചിരിച്ചു ഡോക്ടറും സിസ്റ്ററും പുറത്തേക്കിറങ്ങി. അമൻ സനുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവളും ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അടുത്തു ചെന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൻ ഏറെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പ്രണയത്തോടെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അമിക്ക പേടിച്ചു പോയോ? അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഫൗസി വിളിച്ചു നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ പേടിച്ചിരുന്നു. അതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് നിനക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൾ ഇക്കാര്യം ഒന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിലും എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നിയിരുന്നു. ഇവിടെ വന്നു നീ ICUവിലാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നല്ല ജീവങ്ങ് പോയി പെണ്ണെ. അത്രയ്ക്കിഷ്ടമാണോ എന്നെ ഇക്കാക്ക്? അവൾ കുസൃതി നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ ആദ്യത്തെ ചുംബനത്തിൽ അവൾ ആകെ കുളിർന്നുപോയി. നീ എൻ്റെ ജീവനല്ലേ? അതും പറഞ്ഞവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു. അവൻ്റെ വിരിഞ്ഞ മാറിൽ മുഖം ചേർത്ത് നിന്നപ്പോൾ അവൾക്ക് വല്ലാത്ത സുരക്ഷിതത്വം ഫീൽ ചെയ്തു. അവൾ പതിയെ അവൻ്റെ ഷർട്ടിൻ്റെ വിടവിലൂടെ കാണുന്ന ഭാഗത്ത് നെഞ്ചിൽ ഉമ്മ വെച്ചു. ദേ പെണ്ണേ, ഇത് ഹോസ്പിറ്റലാണ്, പോരാത്തതിന് ICUവും. എന്നെ വെറുതെ പ്രകോപിപ്പിക്കരുത്. എന്താ? അവൻ പറഞ്ഞതങ്ങോട്ട് തെളിഞ്ഞു കത്താതെ അവൾ അവൻ്റെ നേരെ നോക്കി. ഞാൻ എന്നെ തന്നെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാ. ആ എന്നെ നീ വെറുതെ വഴിതെറ്റിക്കരുത് എന്ന് അവൻ കുസൃതിയോടെ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവൾ അതിനെ നാണിച്ചു ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖമുരസി. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഇക്കിളിയോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി മുറുക്കെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് ബോധം വന്നപ്പോൾ ചിരി നിർത്തി അവളിൽ നിന്നും വിട്ടുമാറി നിന്നു. മറ്റു 2 രോഗികൾ കൂടി അവിടെ ICUവിലുണ്ടെങ്കിലും അവർക്കിടയിൽ വലിയൊരു മറ ഉള്ളതിനാൽ അവരെ ഇവർ കാണുകയൊന്നുമില്ല. പക്ഷേ CCTV ഉള്ളത് അവൻ അപ്പോഴാണ് ഓർത്തത്. അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ CCTVക്ക് നേരെ ചൂണ്ടിക്കാണിച്ചു. അവൾ അത് കണ്ട് ചിരിയോടെ നാവ് കടിച്ചുപോയി. അപ്പോൾ അതുവരെ അവളെ നോക്കിയ സിസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, സിസ്റ്റർ, ഈ ക്യാനുല് ഊരിത്തരാമോ? ഇനി ഇവൾക്ക് മരുന്നൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കൊന്ന് പുറത്തൊക്കെ പോയി വരാം. ആയിക്കോട്ടെ, 1 മണിക്കൂർ കൂടി നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. എന്നാൽ പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. സിസ്റ്റർ ക്യാനുല ഊരിയെടുക്കുമ്പോൾ അവൾക്ക് നന്നായി വേദനിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂർധാവിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞു. പിന്നെ ചിലപ്പോൾ ആൾക്ക് ക്ഷീണമുണ്ടാവും. ഒറ്റക്ക് നടത്തരുതിട്ടോ, അമ്മനെ സിസ്റ്റർ ഓർമ്മിപ്പിച്ചു. എന്നാൽ പിന്നെ ഞാൻ നിന്നങ്ങ് എടുത്താലോ? അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇക്കാ, നിങ്ങളൊന്ന് ചുമ്മാ നിന്നേ, അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു പറഞ്ഞു. ചിരിയോടെ അവളുടെ കയ്യിൽ അവൻ തൻ്റെ കൈ കോർത്ത് പിടിച്ചു. എന്നിട്ട് നേരെ കാൻറ്റീനിലേക്ക് വെച്ച് പിടിച്ചു. അല്ലോ ഇക്കാ, എൻ്റെ ഫോൺ ഫൗസിയുടെ കയ്യിലായിപ്പോയല്ലോ. അപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവൾക്ക് നൽകി. അവൾ നേരത്തെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ തന്നിരുന്നു. ആരാ ഇക്ക എന്നെ അപായപ്പെടുത്താൻ നോക്കിയത്? അതിനെപ്പറ്റി വല്ലതും ഇക്ക അറിഞ്ഞിരുന്നോ? വേറെ ആര്? നിന്റെ നിക്കാഹ് ഉറപ്പിച്ചിരുന്ന ഷഫീഖ്. അയാൾക്കെന്തിനാ എന്നോട് ദേഷ്യം? സന അത്ഭുതപ്പെട്ടു. അതൊക്കെ അവനോട് തന്നെ നേരിട്ട് ചോദിക്കണം. പിന്നെ അവനെ നിങ്ങളുടെ കൂട്ടുകാർ നന്നായി പഞ്ഞിക്കിട്ടു എന്നാണ് കേട്ടത്. പിന്നെ അവനെ പോലീസും കൊണ്ടുപോയി. ആഹാ, അത് കൊള്ളാലോ. അവർ പഞ്ഞിക്കിട്ടതുകൊണ്ട് ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ എല്ലൊടിച്ചേനെ. അതൊന്ന് മാറി എണീക്കട്ടെ. ശരിക്കും ഒന്നോനെ കാണുന്നുണ്ട്. നിങ്ങളാരാ ഗുണ്ടയോ അയാളുടെ എല്ലൊടിക്കാൻ? അവനെ നോക്കി സനു കണ്ണുരുട്ടി. എൻ്റെ പെണ്ണിനെ തൊട്ട അവനെ ഞാൻ പൂമാല ഇടാൻ വേണ്ടി, അവനും ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ ഓൾക്ക് അവനെ കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. അത്രയും നിഷ്കളങ്ക ഭാവം. അവൾ ചിരിച്ചുകൊണ്ട് അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് നടന്നു. നിനക്കിപ്പോൾ ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോടാ? അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ചെറിയ ക്ഷീണം നേരത്തെ തോന്നിയിരുന്നു, ഇപ്പോൾ കുറവുണ്ട്. പിന്നെ അമിക്ക, ഉപ്പയും ഉമ്മയും വിവരം അറിഞ്ഞിരുന്നോ? ഇല്ല, ഇക്കാര്യം പറഞ്ഞിട്ടില്ല. നിനക്ക് ക്ഷീണമെന്നാ അവർ വിചാരിക്കുന്നത്. നിനക്ക് പിരീഡായിരിക്കും എന്നാ ഉപ്പ പറഞ്ഞത്. ഡ്രിപ്പ് കഴിഞ്ഞാൽ പോരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കാൻറ്റീനിലെ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. സനുവും
അവൻ്റെ ഓപ്പോസിറ്റ് ഇരിപ്പുറപ്പിച്ചു. അവളുടെ മുഖം സന്തോഷവും സങ്കടവും ഇടകലർന്നൊരു ഭാവത്തിലാണ്. അവളുടെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് അവൻ പുരികം പൊക്കി. എന്തു പറ്റിയെന്നർത്ഥത്തിൽ ഒന്നുമില്ല എന്ന് പറയും പോലെ അവൾ ചുമൽ കൂച്ചിക്കാണിച്ചു. ചായ കുടിച്ചു കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാറിലിരുന്ന് വാതോരാതെ ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞുമിരിക്കുന്ന തൻ്റെ വായാടി പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് കാണണം. നീ കാരണമാണ് അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്ത് വില കൊടുത്തും അവനെ എൻ്റെ മുന്നിൽ എത്തിച്ചു തരണം, സാറാ ബീവി മകൻ അലി അക്ബറിനോട് പറഞ്ഞു. മകനെ കണ്ട വിവരം അറിഞ്ഞപ്പോൾ മുതൽ ചെറിയ ചെറിയ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടിലായ സാറ ഉമ്മ വാശിയിലാണ്. മകൻ തന്നെ തിരിച്ചറിയുമ്പോൾ എന്തു പറയുമെന്നോ എങ്ങനെ പെരുമാറുമെന്നോ അറിയില്ലല്ലോ. അത് ആലോചിച്ച് അലി വല്ലാതെ വിഷമിച്ചു. എങ്കിലും നാളെ തന്നെ അവനെ തേടി പുറപ്പെടാൻ അയാൾ തീരുമാനിച്ചുറപ്പിച്ചു. അമനും സനവും വീട്ടിലേക്കെത്തുമ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. ചോറും കറികളും തീന്മേശയിൽ കൊണ്ടുവച്ചു. അവർ വരുന്നതും നോക്കി ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് റാബിയും സമതും. അവൻ കാർ മുറ്റത്തേക്ക് കയറ്റിയപ്പോൾ തന്നെ അവർ രണ്ടും എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി. സനു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ റാബിയും സമതും അവളെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? സനു ചിരിയോടെ ചോദിച്ചു. രാവിലെ ഇവിടുന്ന് പയർമണി പോലെ ഇറങ്ങിപ്പോയ നിനക്ക് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്ത് ക്ഷീണമാണ് വന്നത്? ഇത്രയും നേരം ഹോസ്പിറ്റലിൽ കിടക്കാൻ മാത്രം എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കിയതാ. കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. റാബിയയും കളി പറഞ്ഞു. ഉമ്മി, ഉപ്പ, സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. നിങ്ങൾ രണ്ടും ഒന്ന് അകത്തേക്ക് വാ. ഉമ്മറത്ത് നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അവൻ നേരെ അകത്തേക്ക് കയറി ലിവിംഗ് റൂമിൽ സോഫയിൽ ചാരി ഇരിപ്പുണ്ടായിരുന്നു. എന്താണ് മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് സമൽ ചോദിച്ചു. രാവിലെ സനുവിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാ. ഞാനും അവിടെ എത്തിയതിനു ശേഷമാണ് വിവരം അറിഞ്ഞത്. ആക്സിഡൻറ്റോ? നീ എന്താണ് മോനെ ഈ പറയുന്നത്? ഒന്ന് തെളിയിച്ചു പറ. അവനും സനുവും കൂടി എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ സമതും റാബിയും തലയിൽ കൈവച്ചിരുന്നു പോയി. അവനെ പോലീസ് വിട്ടോ എന്നറിയില്ല. ഇവൾ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പിറകെ പോയി അന്വേഷിച്ചിട്ടില്ല. അവിടെയുള്ള SI എൻ്റെ ഒരു പരിചയത്തിലുള്ള ആളാണ്. ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കാം, വിവരങ്ങൾ അറിയാലോ. സമത് വേഗം തന്നെ SIയെ വിളിച്ചു വിവരങ്ങൾ അന്വേഷിച്ചു. റിട്ടേൺ കംപ്ലൈൻറ്റ് ഇല്ലാത്തതിനാലും അയാൾക്ക് നല്ലോണം ഇഞ്ചുറി ഉള്ളതിനാലും അവനെ വിട്ടയച്ചു എന്നറിഞ്ഞു. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണത്രേ. കേസെടുക്കണമെങ്കിൽ അവിടെ വന്ന് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തന്നാൽ മതിയെന്നും SI സമതിനോട് പറഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു. ഉപ്പ, നമുക്ക് കേസ് കൊടുക്കാം. അവൻ കുറച്ചൊന്ന് സുഖമായി വരട്ടെ. ഞാൻ അവനെ ഒന്ന് നന്നായി കാണുന്നുണ്ട്. അവൻ്റെ തന്തക്കാണ് നല്ലത് കൊടുക്കേണ്ടത്. അയാളാണ് എന്നെ ചതിച്ചത്. ഇപ്പോൾ എന്തിനാണാവോ അവൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്? ഇതിലും അയാൾക്ക് പങ്കുണ്ടോ എന്നുകൂടി അറിയണം. നിക്കാഹ് മുടങ്ങിയതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ ഉപ്പ? സനു പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, അതില്ല. എങ്കിലും നമ്മൾ അനുഭവിച്ച വേദന ഈ അമി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എനിക്കത് ഓർക്കാൻ കൂടി വയ്യ, സമത് പറഞ്ഞു. അതൊക്കെ വിട്, വിശക്കുന്നില്ലേ? നമുക്ക് ഫുഡ് കഴിക്കാം. നേരം ഒരുപാടായി. റാബിയ എല്ലാവരെയും നിർബന്ധിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. ഒന്നിച്ചിരുന്ന് കളിയും ചിരിയുമായി ഫുഡ് കഴിച്ചു കഴിഞ്ഞു അമൻ ചോദിച്ചു. ഉപ്പ, ഇന്നിനി ഓഫീസിൽ പോകേണ്ടതുണ്ടോ? ഏയ് വേണ്ട മോനെ, നമുക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം പോയാൽ മതി. ഇന്ന് വൈകിട്ട് നമ്മുടെ പ്രോഗ്രാം ഇല്ലേ? അത് ശരിയാണല്ലോ, അത് ഞാൻ മറന്നു. എന്നാൽ അതുവരെ ഞാൻ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കട്ടെ, നല്ല ക്ഷീണം. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറി ഡ്രസ്സെടുത്ത് ഫ്രഷായി ഇറങ്ങി. നിസ്കാരവും കഴിഞ്ഞു നേരെ കട്ടിലിലേക്ക് വീണു. ഇന്നത്തെ അലച്ചിലും ടെൻഷനും കാരണം അവൻ ഒത്തിരി ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കിടന്നതും അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. സനു കുറച്ചു നേരം റാബിയുടെ കൂടെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്ത ശേഷം നേരെ റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന അവനെ കണ്ടത്. കുറച്ചു നേരം അവനെ നോക്കി നിന്ന ശേഷം അവൾ ഫ്രഷാകാൻ കയറി. ഫ്രീ ആയി കട്ടിലിൽ കിടന്നപ്പോൾ അവനോട് ചേർന്ന് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ അവൾക്കൊരാഗ്രഹം തോന്നി. രാവിലെ അവൻ ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ മെല്ലെ നീങ്ങി അവൻ്റെ അടുത്തേക്ക് കിടന്നു. അവൻ്റെ നെഞ്ചോരം മുഖം ചേർത്ത് വെച്ച് അവൻ്റെ മേലേക്ക് കൈയും കാലും എടുത്തു വെച്ചുകൊണ്ട് അവളും അങ്ങനെ തന്നെ കിടന്നു. നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവനൊന്നും അറിഞ്ഞതേയില്ല. രണ്ടുപേരും ആ കിടത്തത്തിൽ 1 മണിക്കൂർ നന്നായി ഉറങ്ങി. അസർ ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിച്ചപ്പോൾ അവൻ ഞെട്ടിയുണർന്നു. നെഞ്ചിൽ ഒരു ഭാരം തോന്നുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ നെഞ്ചോരം തൻ്റെ പെണ്ണ്. താൻ അടുത്തു വരുമ്പോൾ നാണം കൊണ്ട് ചുമക്കുന്ന ആ മുഖം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണാനും നല്ല ചന്തമുണ്ട്. കയ്യും കാലും കൊണ്ട് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് പെണ്ണ് ഈ കിടത്തം തുടർന്നാൽ മിക്കവാറും ഞാനിന്നൊരു ബാലൻ കെ നായരാവും. അവൻ ചിരിച്ചുകൊണ്ടോർത്തു. ആ റോസാപ്പൂവിതൽ പോലെയുള്ള ചുണ്ടിൽ ഒരു മുത്തം ഇന്നുവരെ കൊടുത്തിട്ടില്ല. ആദ്യത്തെ ചുംബനം അവളുടെ സമ്മതത്തോടെ അവൾക്ക് കംഫേർട്ടായ രീതിയിലാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവൻ ആ കവിളിൽ തലോടിയപ്പോൾ
അവൾ ഒന്നുകൂടി കുറുകി അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ട്. രക്തം ചൂട് പിടിച്ചുകൊണ്ട് സ്പീഡിൽ ഒഴുകുന്ന പോലെ. അവളുടെ ശരീരം മുഴുവൻ തൻ്റെ മേലേക്ക് അമർന്നപ്പോൾ ആ മൃദുലമേനിയുടെ മൃദുലത അവൻ്റെ ശരീരം തൊട്ടറിയുന്നുണ്ട്. അവനൊട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ മെല്ലെ അവളെ മാറ്റിക്കിടത്താൻ ശ്രമിച്ചു. അപ്പോൾ അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ അവളുടെ മുഖത്തേക്ക് നിമിഷനേരം കൊണ്ട് രക്തം ഇരച്ചു കയറി. നാണം കൊണ്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം വീഴ്ത്തി. അപ്പോൾ അവൻ പതുക്കെ ആ ചെവിയിൽ കുസൃതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പെണ്ണെ, നീ ഇങ്ങനെ ഉടുമ്പ് പിടിച്ച മാതിരി എന്നെ പിടിച്ചിരുന്നാൽ ഞാൻ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് നിന്നെ നന്നായൊന്ന് സ്നേഹിക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് മോളൊന്ന് മാറിക്കിടന്നേ, അല്ലെങ്കിൽ നീ കിടന്നിട്ടു കിതക്കേണ്ടി വരും കേട്ടോ. അവൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ അവൾ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്കൊന്നു നോക്കി. അവിടെ ഒരു പ്രണയക്കടൽ തന്നെ തിരയടിക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. അവൾ നാണത്തോടെ തന്നെ അവൻ്റെ കവിളിൽ ചുണ്ടു ചേർത്ത്, ഞാനേ എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ നെഞ്ചിലാണ് തലവെച്ചത്. അത് മാറ്റാൻ തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. അവൻ്റെ അതേ കുറുമ്പോടെ അവളും തിരിച്ചു പറഞ്ഞു, ആഹാ, അങ്ങനെയാണോ? എന്നാൽ ഇപ്പോൾ ശരിയാക്കിത്തരാം എന്നും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ഒരൊറ്റ മലക്കം മറിയൽ. അപ്പോൾ അവൾ അടിയിലും അവൻ മുകളിലുമായി. അവളുടെ ശരീരത്തിലേക്ക് അമരാതെ അവൻ കൈകുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി സൈറ്റടിച്ചു കാണിച്ചു. അവൾ നാണം കൊണ്ട് മുഖം വെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ എങ്ങനെയാ ബീവി, തുടങ്ങല്ലേ? എന്നെ നന്നായൊന്ന് സ്നേഹിക്കാൻ നീ റെഡിയാണോ? അവൻ വീണ്ടും ചിരിയോടെ ചോദിച്ചു. അവൾ നാണത്തോടെ കണ്ണുകൾ കൂമ്പിയടച്ചു. അവളുടെ സമ്മതം കിട്ടിയപ്പോൾ ആ നിമിഷത്തിൽ റോസാപ്പൂവിൽ നിന്നും തേൻ നുകരുന്ന വണ്ടായി അവൻ മാറിക്കഴിഞ്ഞു. ആദ്യം അവൻ്റെ ചുംബന ലാളനയിൽ മുഴുകിയ അവളും കുറച്ചു കഴിഞ്ഞു അവൻ്റെ കൂടെ മത്സരിച്ച് ആ സ്നേഹചുംബനം പകുത്തു തുടങ്ങി. ഒട്ടും വന്യമല്ലാത്ത രീതിയിൽ തുടങ്ങിയ അവൻ അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിയപ്പോൾ തന്നെ നിർത്തിക്കൊണ്ട് സൈഡിലേക്ക് മാറിക്കിടന്നു. ചെറുതായി കിതച്ചുകൊണ്ട് അവളും അവൻ്റെ നെഞ്ചിൽ തന്നെ പതുങ്ങി. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു. അവളെ കുറച്ചു സമയത്തിനു ശേഷം മാറ്റിക്കിടത്തി അവൻ എഴുന്നേറ്റു. അപ്പോഴും അവനെ നോക്കാൻ മടിച്ചുകൊണ്ട് നാണം കൊണ്ട് ചുവന്ന മുഖവുമായി അവൾ അവിടെ തന്നെ കമിഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക.